സാങ്കേതിക വിദ്യയും പുരോഗമിക്കുമ്പോൾ, ഇന്ത്യ പുരോഗതിയുടെ ഉത്തമശൃംഖത്തിലെത്തി നിൽക്കുമ്പോൾ, അതിന് നമ്മെ പ്രാപ്തരാക്കിയ പൂർവികരെ നമുക്കിപ്പോൾ സ്മരിക്കാം. ഇന്ത്യയുടെ പഴയകാല വീഥികളിലൂടെ നമുക്ക് ഈ സമയം കടന്നുപോകാം. ശരീരവും ജീവനും കുടുംബവും മറ്റൊരാൾക്ക് അധീനമാക്കപ്പെട്ട നിലയിൽ ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അടിമത്വം. ലോകത്തിന്റെ പല മേഖലകളിലും ചരിത്രകാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു അടിമത്വം. വിലയ്ക്ക് വാങ്ങുകയും അടിമയായി ജീവിച്ച് ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അതിഭീകരമായ അവസ്ഥ. ലോകത്തിലെ മിക്കയിടങ്ങളിലും ഇത്തരം അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്തിനേറെ, രൂപത്തിലും നിറത്തിലും വ്യത്യാസമുള്ള മനുഷ്യരെ തടവിലെന്ന പോലെ പാർപ്പിച്ച് മനുഷ്യ മൃഗശാല സൃഷ്ടിച്ചതും ഇതേ ലോകത്തിൽ തന്നെ. ഇന്നിതാ 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയിലെ ഒരു കൂട്ടം ജനങ്ങൾ അനുഭവിച്ച അടിമത്താവസ്ഥയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കൊമുറമ്പീമാനോ കൊമുറമ്പീമാനോ കൊன்றாலும் ഉൻ കാലിൽ മണ്ടിയിടുവാനോ മണ്ടിയിടുവാനോ. കൊമുറമ്പീമാനോ കൊമുറമ്പീമാനോ അടിവാനച്ചൂരിയനായി തറയിൽ വീഴുവാനോ തറയിൽ വീഴുവാനോ. வான் போன்ற மானத்தினை உன் காலில் வைத்தே காடெனந்தன் அன்னைக்கு முள்ளாயாவானோ புன்னாயாவானோ. உருமும் தன் எரிகுரலை கொன்றானேயானாய் உருமித்தாயின் மகனாய் பெருமை கொள்வானோ பெயரை கொள்வானோ. கொமுறம்பீமானோ கொமுறம்பீமானோ கொன்றாலும் உன் காலில் மண்டியிடுவானோ மண்டியிடுவானோ. ഇന്നും പലയിടങ്ങളിലും ഈ അടിമത്താവസ്ഥ തുടരുന്നില്ലേ? നമുക്ക് ചിന്തിക്കാം. നല്ലൊരു നാളേക്കായി നമുക്ക് പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. 1947 ഓഗസ്റ്റ് 14 രാത്രി ലോകം മുഴുവൻ ഉറങ്ങിയപ്പോൾ ഏതാണ്ട് 190 വർഷത്തെ അടിമത്തം സഹിച്ച ജനത മാത്രം ഉറങ്ങിയില്ല. സ്വാതന്ത്ര്യത്തിനായി അവർ കാത്തിരുന്നു. ഇതായിരുന്നു ആ ദിവസം. ആയിരക്കണക്കിൻ്റെ കഷ്ടപ്പാടിൻ്റെ ബലം. ഇന്ത്യൻ സ്വാതന്ത്ര്യം.
77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി. സ്വാതന്ത്ര്യത്തിൻ്റെ 77 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുകയും അവരുടെ ധീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം. നമ്മുടെ നാടിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി. ജയ് ഹിന്ദ്. ലിബററി ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. അന്നു മുതൽ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ 78 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിന് ശേഷമുള്ള ഇന്ത്യയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. വികസിത രാഷ്ട്രത്തിന് കളങ്കം വരുത്തുന്ന ഒന്നാണ് ബാലവേല. വീട്ടിലെ ദാരിദ്ര്യം, രോഗാവസ്ഥ എന്നിവയെല്ലാം ബാലവേലയുടെ കാരണങ്ങളാണ്. ഭാരതത്തിൽ ഏകദേശം 23 ലക്ഷം കുട്ടികൾ ബാലവേല ചെയ്യുന്നു. അത് തടയാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ഒരു രാഷ്ട്രത്തിന്റെ സാമൂഹിക സ്ഥിതി എന്തുതന്നെയായാലും മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത ബാലവേല എന്തു വില കൊടുത്തും നാം തടയണം. ബലാത്സംഗം ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യമാണ്. അത് സമ്മതമില്ലാതെയുള്ള ലൈംഗിക ബന്ധം, നുഴഞ്ഞുകയറ്റം, ശാരീരിക ബലപ്രയോഗം, ചൂഷണം എന്നിവ ഉൾപ്പെടുന്നു. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ്. ഈ ലോകമെന്നത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. നല്ല മനോഭാവവും പ്രവൃത്തികളും ബലാത്സംഗം പോലെയുള്ള അതിക്രമങ്ങൾ തുടച്ചുമാറ്റാൻ നമുക്ക് കഴിയും. ലൈംഗികത നിറഞ്ഞ കാഴ്ചപ്പാടുകൾ മാറ്റി നല്ല മനസ്സാക്ഷിക്ക് അതീതമായി ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കട്ടെ. പെണ്ണായതിൻ്റെ പേരിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയവൾ, തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് പറക്കാൻ അനുവദിക്കാത്ത സമൂഹവും സമൂഹ മനസ്സാക്ഷിയും ഉണ്ടായിരുന്ന ഒരു ലോകം. ഒരുപക്ഷെ അവൾക്ക് നീതി കിട്ടിയിരുന്നെങ്കിൽ പ്രതീക്ഷയുടെ സ്വപ്നങ്ങളിലേക്ക് അവൾക്കും പറക്കാമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹവും സമൂഹ മനസാക്ഷിയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചില വിദ്വേഷവാദങ്ങൾ ഉയർന്നു വരുമെങ്കിലും അവയെല്ലാം എതിർത്ത് മുന്നോട്ടു പോകുവാൻ ഓരോ പെൺകുട്ടിയും വളർന്നു കഴിഞ്ഞു. അതിന് ഉത്തമോദാഹരണങ്ങളാണ് രാജ്യത്തിൻ്റെ വികസന പുരോഗതിക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലും ഉള്ള സ്ത്രീ സാന്നിധ്യം. അത് തന്നെയാണ് ഓരോ സ്ത്രീകളുടെ പ്രചോദനവും കരുത്തും. वो शक्ति है, 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 वो शक्ति है। कभी कभी वो शक्ति है, कभी कभी वो भक्ति है। न झुकती है, न रुकती है, न थमती है, न थकती है। न झुकती है, न रुकती है, न थमती है, न थकती है। शक्ति है, वो शक्ति है, वो शक्ति है, वो शक्ति है। നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 1 കുറിച്ചാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നു. 1380 കിലോ ആയിരുന്നു ഉപഗ്രഹത്തിന്റെ ഭാരം. PSLV C-11 എന്ന വാഹനത്തിലാണ് ഭൂമിയിൽ നിന്നും ഈ ഉപഗ്രഹത്തെ വിക്ഷേപിക്കുന്നത്.
ബാംഗ്ലൂരിലുള്ള ISROയുടെ സാറ്റലൈറ്റ് സെന്ററിലായിരുന്നു ചന്ദ്രയാൻ 1 നിർമ്മാണം. 11 പേലോഡുകളാണ് ചന്ദ്രയാനിൽ ഉണ്ടായിരുന്നത്. അതിൽ 5 മാത്രമായിരുന്നു ഇന്ത്യയുടേത്. ചന്ദ്രയാൻ 1 പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം സൂര്യനിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. മതവും ജാതിയും മനുഷ്യരും എല്ലാം മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളാണ്. നമുക്ക് ചുറ്റും മതമെന്ന വൃക്ഷത്തിൻ്റെ വിദ്വേഷമെന്ന വേരുകൾ വളരുന്നുണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ജാതി മതഭേദമെന്നെ പ്രവർത്തിക്കുവാനുള്ള മനസ്സ് ഓരോ ഭാരതീയൻ്റെയും പ്രത്യേകതയാണ്. അതുതന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. 77-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ജീവനും ജീവിതവും ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളെ ഓർക്കാം. ആയിരക്കണക്കിന് ആളുകളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇത് ഒരു സുപ്രഭാതത്തിൽ ലഭിച്ചതല്ല. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരങ്ങളുടെ രക്തകണവും ലക്ഷങ്ങളുടെ വിയർപ്പ് തുള്ളികളും ഇറ്റുവീണ മണ്ണിലാണ് നാം ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത്. ആ ധീര രക്തസാക്ഷികൾക്ക് മുൻപിൽ നമ്രശിരസ്കരായി നമുക്ക് നിൽക്കാം. മൂല്യബോധത്തോടും ധാർമ്മികതയോടും കൂടി ഇന്ത്യയെ നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും കുട്ടികളുടെ പ്രിയങ്കരനുമായ മോത്തിലാൽ ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ചരിത്രത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത വനിതയാണ് സരോജിനി നായിഡു. ഇന്ത്യയിലെ വാനമ്പാടി എന്ന വിശേഷണമുള്ള കവയത്രിയും സ്വാതന്ത്ര്യ സമര നായികയുമാണ് അവർ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറും INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് സരോജിനി നായിഡു. ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി 2ാം വട്ടമേശ സമ്മേളനത്തിനും അവർ പങ്കെടുത്തു. ഇന്ത്യയുടെ വജ്രം എന്ന് വിശേഷിക്കപ്പെട്ട ദേശീയ നേതാവ്, കോൺഗ്രസിലെ മിതവാദികളുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ശക്തനായ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ ധീരരക്തസാക്ഷികളുടെ ചോരയും മണ്ണും ശേഖരിച്ച് അവരെ ആദരിക്കുകയും ദേശഭക്തിയാൽ കത്തിജ്വലിച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനായ ഭഗത് സിംഗ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളും ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഭരിച്ച ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി.
ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം. ഭാരത ശില്പികളേവരെയും അഭിമാനത്തോടോർത്തിടാം. സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം. സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം. ഉണർവേകും നൽ സ്വപ്നങ്ങൾ ഉശിരോടൊന്നായി കണ്ടിടാം. വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം. ഒരൊറ്റ ജനതയായി മുന്നേറാം. ഭാരതമാതയെ സ്നേഹിക്കാം. ഒരൊറ്റ ജനതയായി മുന്നേറാം. ഭാരതമാതയെ സ്നേഹിക്കാം. പാരട്ടെ പാരട്ടെ ത്രിവർണ്ണ പതാക പാരട്ടെ. പാടിടാം പാടിടാം ജയ ജയ ഗീതികൾ പാടിടാം. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം. ഭാരത ശില്പികളേവരെയും അഭിമാനത്തോടോർത്തിടാം. സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം. സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം. ഉണർവേകും നൽ സ്വപ്നങ്ങൾ ഉശിരോടൊന്നായി കണ്ടിടാം. വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം. ഒരൊറ്റ ജനതയായി മുന്നേറാം. ഭാരതമാതയെ സ്നേഹിക്കാം. ഒരൊറ്റ ജനതയായി മുന്നേറാം. ഭാരതമാതയെ സ്നേഹിക്കാം. ജനമന